ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഡെമോ ടീമിൽ കാണിച്ച ടീം തന്നെയാണ് നമ്മൾ സ്മോൾ ലീഗ് കളിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടീമായിരുന്നു, നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ ഫെയിൽഡായി. വൈസ് ക്യാപ്റ്റനോ കോഹ്ലിനെ ഇട്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നമുക്ക് മിനി ജിയിലൊക്കെ ക്ലീൻ സ്വീപ്പ് അടിച്ചാൽ എല്ലാത്തിലും ടോപ്പ് എത്തിയാൽ. ഇത് കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് കിട്ടി. അത്യാവശ്യം നല്ല ടീമായിരുന്നു. 20 രൂപയുടെ കോൺടെസ്റ്റ് ആണെങ്കിലും ജയിച്ചു. അതുപോലെ തന്നെ മറ്റു കോൺടെസ്റ്റുകളിലൊക്കെ ആയിട്ട് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. എല്ലാവർക്കും അതുപോലെ നല്ലൊരു ടീം ഇടാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റ് ആയിരുന്നു. ഇന്നലത്തെ ടീമിലാണെങ്കിലും ഈ ഒരു 3 പ്ലെയേഴ്സാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോളേഴ്സിൽ സിറാജിന് പകരമായിട്ട് മറ്റുള്ള ബോളേഴ്സിനെ കൂടി ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർ പട്ടീദാറിനെ മാറ്റി മറ്റുള്ള പ്ലെയേഴ്സിനെ ട്രൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഡൂപ്ലസി മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ ഫോം ആവാണ്ടിരുന്നുള്ളൂ. ബാക്കി എല്ലാ പ്ലെയേഴ്സിനെയും ഒരു 8 പ്ലെയേഴ്സിനെ ഡിഫോൾട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. ആ 8 പ്ലെയേഴ്സിൽ 7 പ്ലെയേഴ്സും കളിച്ചു. പിന്നെ ഡൂപ്ലസിയാണ് കുറച്ച് ഫോം ഔട്ടായത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം ഇടാൻ പറ്റി. നമ്മളപ്പോൾ ഏകദേശം അടുത്തടുത്ത് വരണുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കളി കുറച്ച് ടഫാണ്. ഇന്നത്തെ കളിയുടെ നോക്കിയപ്പോൾ പുതിയൊരു ഇതിലാണ് കളി നടക്കുന്നത്. ഇതുവരെ നടന്നിട്ടില്ല ലക്നൗവിൻ്റെ ഗ്രൗണ്ടിൽ കളി. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നലത്തെ ഗിവ് അവേ വിജയിച്ചത് സുധി എന്ന് പറയുന്ന ഒരു ആളുടെ ടീമാണ്. അപ്പോൾ ആൾക്ക് പറഞ്ഞിരുന്ന 101 രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേനെ കുറിച്ച് പറയാം. ഇന്ന് 2 പ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോഡ് ഞാനിതിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇന്നലെ വേറൊരു കളിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്ബോളിൻ്റെ. ജസ്റ്റ് ഇത് പറഞ്ഞു പോകണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തുടക്കം തന്നെ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് ഞാൻ പലതവണ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് നമ്മുടെ അത്യാവശ്യം നല്ല ടീമുകളാണ് പറയുന്നത്. ഞാൻ ആ ഒരു പറയണ ടൈപ്പ് കളികൾ തന്നെയാണ് മിക്കതും വന്നത്. ഞാനപ്പോൾ ഒരു ടീം ഇതിലിടുന്നതിൻ്റെയാണ് കാണിക്കുന്നത്. അത് കൂടാണ്ട് നിങ്ങളുടെ അടുത്ത് ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കോമ്പിനേഷനൊക്കെ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് കളികളാണ് മിക്കതിലും വരണത്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു കളിയിലും നല്ല പ്രോഫിറ്റ് വന്നു. 4 മെമ്പറിൻ്റെ ഇതൊക്കെ ഈസി ആയിട്ട് വിൻ ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കൂടുതൽ മെമ്പറിൽ 20 രൂപയുടെ കോൺടെസ്റ്റൊക്കെ ആണെങ്കിലും വിൻ ചെയ്യാനായിട്ട് പറ്റി. നല്ലൊരു ടീമായിരുന്നു. അതിൽ വൈസ് ക്യാപ്റ്റൻ ബെൻസാമ ഒരു പെനാൽറ്റി മിസ്സാക്കിയത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒരുവിധം എല്ലാവരും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കളിയാണ് വന്നത്. ഒരു 3-1 സ്കോർ വന്നത്. ഞാനപ്പോൾ ആ ഒരു സ്കോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3-1 അല്ലെങ്കിൽ ഒരു 3-0 ഒക്കെ വരാനാണ് ചാൻസ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വേറെ രീതിക്കും കൂടി ഗ്രാൻഡ് ലീഗും കൂടി ട്രൈ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കളികൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ കളീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ന് ലക്നൗവിലാണ് കളി നടക്കുന്നത്. ലക്നൗവിൽ ഒരു സ്ലോ ഡൗൺ ആയിട്ട് ഉള്ളൊരു പിച്ചാണ്. കളി തുടർന്ന് വരുമ്പോൾ കുറച്ച് സ്ലോ ആവണ ഒരു ടൈപ്പ് പിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒക്കെ ഏകദേശം ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതാണെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ പിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും പിച്ച് റിപ്പോർട്ട് കാണാം. വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പിച്ച് റിപ്പോർട്ടിൻ്റെ. അത് ഏകദേശം അവർ പറയണത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് തൊട്ട് മുമ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ മുമ്പത്തെ മത്സരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ലക്നൗവിലെ ഗ്രൗണ്ട് ഒരു പിച്ചുകളൊക്കെ ഏകദേശം ഒരു ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഈക്വലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് പിച്ചുകളാണ്. അപ്പോൾ ഒരുപാട് റൺസ് വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അത് ഇപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല. എന്തായാലും 2 ടീമുകളുടെ കൂടുതലായിട്ട് പ്ലെയേഴ്സിനെ കുറിച്ചൊക്കെ നോക്കാം. ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഒരു നല്ല ടീമെന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് പഞ്ചാബ് കിങ്സിൻ്റെയാണ്. അതിൽ ഏകദേശം ബാറ്റിങ്ങും ബോളിങ്ങും ഈക്വലായിട്ട് നിൽക്കുന്ന നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഫോമിലുള്ള പ്ലെയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ലൊരു ശക്തമായൊരു ബാറ്റിംഗ് നിര തന്നെ ഉണ്ട് അവർക്ക്. അതിൽ ഓപ്പണിങ്ങിൽ നോക്കുകയാണെങ്കിൽ ധവാനും ബെയർസ്റ്റോ ഇതുവരെ ഫോം ആയിട്ടില്ല. അപ്പോൾ ഈ നല്ലൊരു ഇന്നിങ്സ് നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രഭ്സിമ്രാൻ, ലിവിങ്സ്റ്റോൺ, സാം കറൻ, ജിതേഷ് ശർമ്മ, ഇത്രയും പേര് അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാനുള്ള നല്ലൊരു പ്ലെയേഴ്സാണ്. അപ്പോൾ ഈ ഒരു 5-6 പേര്, പിന്നെ അതിന് ശേഷം വേറെ ഏതൊരു പ്ലെയറൊക്കെ ഉണ്ട്. പിന്നെ ബോളിങ്ങിലാണെങ്കിൽ ഹർഷദീപ് സിംഗ്, കറൻ, റബാഡ, ബ്രാർ, പട്ടേൽ, ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹാർ എല്ലാവരും അത്യാവശ്യം 2020 നല്ല റെക്കോർഡുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചാബിനെ ഒട്ടും വില കുറച്ച് കാണാനായിട്ട് പറ്റില്ല. പഞ്ചാബിൻ്റെ ഇപ്പോൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും അത്യാവശ്യം നല്ലൊരു സൈഡ് തന്നെ ഉണ്ട് അവർക്ക്. ഇനി നമുക്ക് ലക്നൗവിൻ്റെ ടീമൊന്ന് നോക്കാം. ലക്നൗവിലെ ടോപ്പ് ഓർഡറിൽ ഒരു 3 പേര് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. 3 അല്ല 4 പേര് വേണമെങ്കിൽ പറയാം.
ഡി കോക്ക് കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. ഈ ഒരു കളി നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ഇന്നിങ്സ്. അതുപോലെ രാഹുൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ മത്സരങ്ങളും കളിച്ചു വരുന്നൊരു പ്ലെയറാണ്. അതുപോലെ നിക്കോളാസ് പൂറനുണ്ട്. അപ്പോൾ അവൻ കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചു, നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. ഈ ഒരു കളി നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അവരുടെ വൺ ഡൗൺ ഇറങ്ങുന്നത് പഠിക്കലാണ്. ഈ ഒരു 4 പ്ലെയേഴ്സാണ് ഇവരുടെ മെയിനായിട്ടുള്ളത് ലക്നൗവിൽ. അപ്പോൾ ഇതിലാരെങ്കിലുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്നിങ്സ് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഡി കോക്ക് ഇതുവരെ നല്ലൊരു പെർഫോമൻസ് വന്നിട്ടില്ല. കൺസിസ്റ്റൻസി ഉള്ള പ്ലെയറാണ്. ഒരു കളി കളിച്ചില്ലെങ്കിൽ എന്തായാലും അടുത്ത കളി കളിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ പഞ്ചാബിൻ്റെ ഒരു ബോളേഴ്സിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു നിര തന്നെ അവർക്കുണ്ട്. സ്പിന്നേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് ആണെങ്കിലും സ്വിങ് ബോളേഴ്സ് സ്ലോവർ എറിയണത്, അങ്ങനെ എല്ലാത്തിലും കൊണ്ടും പഞ്ചാബിൻ്റെ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് നിരയാണ്. അതുകൊണ്ട് തന്നെ ലക്നൗവിൻ്റെ ഈ ഒരു 2-3 വിക്കറ്റ് വീഴ്ത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കളി പഞ്ചാബിൻ്റെ കയ്യിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്ലെയർ അത്യാവശ്യം നന്നായിട്ട് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ആ കളി കൊണ്ടുപോകാനായിട്ട് മറ്റുള്ള പ്ലെയേഴ്സിന് പറ്റും. അതുപോലെ തന്നെ അവരുടെ ബോളേഴ്സ് നോക്കുകയാണെങ്കിൽ നവീൻ ഉൾഹക്ക് ഉണ്ട്, പിന്നെ ബിഷ്ണോയി, കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ കളി വിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞു പോയി. 4 ഓവർ എറിഞ്ഞ് 10-20 റൺസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ നവീൻ ഉൾഹക്ക് അത്യാവശ്യം നന്നായിട്ട് എറിയണുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം മിക്സ് ചെയ്ത് സ്ലോവറും ബൗൺസറൊക്കെ മിക്സ് ചെയ്ത് എറിയണുണ്ടായിരുന്നു. അത് വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ബൗളറാണത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 11 പേരും അത്ര കിടിലൻ പ്ലെയേഴ്സ് എന്ന് പറയാനായിട്ട് ലക്നൗവിൻ്റെ ഇല്ല. എന്നാൽ പഞ്ചാബിൻ്റെ ഏകദേശം നല്ല രീതിയിൽ ഫോമിലുള്ള പ്ലെയേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവേ മാച്ച് ആണെങ്കിലും പഞ്ചാബിനാണ് ഒരു പൊടിക്ക് മുൻതൂക്കം ഉള്ളത്. അതുപോലെ ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയില്ല. ബാറ്റിങ്ങിനും ബോളിങ്ങിനൊക്കെ ഏകദേശം ഒരേപോലെ സപ്പോർട്ട് ചെയ്യണ ഒരു ഇതാണ്. കഴിഞ്ഞ കൊല്ലം ഈ 2 ടീമുകൾ തമ്മിൽ കളിച്ചപ്പോൾ ഏകദേശം 450 റൺസ് വന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. 257 IPL തന്നെ ഏറ്റവും ടോപ്പ് സ്കോറുള്ള എത്തുന്ന ഒരു കളിയൊക്കെ ആയിരുന്നു അത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിന് ഞാൻ അങ്ങനെ ആധികാരികമായിട്ട് എനിക്കൊന്നും പറയാനായിട്ട് പറ്റണില്ല. നമുക്ക് ഇതിൽ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ എന്ന് എങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ടീമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇത് ഫോം വെച്ചിട്ട് ഏകദേശം ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ബോളേഴ്സിന് കുറച്ച് ഒരു 1-2 വിക്കറ്റൊക്കെ വെച്ച് ഒരു 3-4 ബോളേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5-6 വിക്കറ്റെങ്കിലും പോകുമായിരിക്കും. ഇനി ബാറ്റിംഗ് വിക്കറ്റാണോന്ന് അറിയില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ പിച്ച് റിപ്പോർട്ടിൻ്റെ ടൈമിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡെമോ ടീം ഞാൻ ആരും ഇട്ട് നോക്കാനായിട്ട് പറയണില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോ ടീം ഏകദേശം 8 പ്ലെയേഴ്സോളം ഡിഫോൾട്ട് പ്ലെയേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നണില്ല നമ്മൾ ഈ ഇട്ടേക്കണവർ തന്നെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്ന്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾക്ക് പിച്ച് റിപ്പോർട്ടിന് ശേഷം ഒരു ടീം സെറ്റ് ചെയ്ത് എന്തായാലും അയച്ചു തരാം. നിങ്ങൾക്കത് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിക്ക് ചേഞ്ചസൊക്കെ വരുത്താം. അപ്പോൾ ഇന്നത്തെ കളീനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയാനില്ല. ഇതുവരെ ഫോം ആവാത്ത പ്ലേയേഴ്സിനൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വെറൈറ്റി ഐഡിയകൾ എല്ലാ മത്സരങ്ങളിലും 1-2 ടീം ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് ബോളേഴ്സ് ഉണ്ട്. 2 ടീമിലും കൂടിയായിട്ട് നല്ല ബോളേഴ്സ് ഉണ്ട്. അപ്പോൾ ബോളിങ്ങിനെ കുറച്ച് സപ്പോർട്ട് കിട്ടുന്ന ഒരു പിച്ച് റിപ്പോർട്ടാണ് ആ ടൈമിൽ വരണതെങ്കിൽ നിങ്ങൾ ബോളേഴ്സിനെ കുറച്ച് ക്യാപ്പും വീസിയൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് GL നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്തായാലും ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ബോളേഴ്സിനെ വെച്ച് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആ പിച്ച് റിപ്പോർട്ട് നിങ്ങൾ 6:50 ആ ടൈമിൽ TV കാണിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈപ്പിൽ ബോളേഴ്സിനെ വെച്ചിട്ട് മാറ്റി തിരിച്ച് ഏതെങ്കിലും നല്ല ബോളേഴ്സിനൊക്കെ ഇപ്പോൾ റബാഡയുണ്ട്, അതുപോലെ നവീൻ ഉൾഹക്ക്, ഹർഷദീപ് സിംഗൊക്കെ അറിയാം. ഹർഷദീപ് സിംഗ് കഴിഞ്ഞ കളി വിക്കറ്റില്ല, പക്ഷേ എല്ലാ കളിയിലും 2-3 വിക്കറ്റ് വെച്ച് കിട്ടുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലൊരു 150-160 റണ്ണൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഇതാണ്. ബോളേഴ്സിന് കുറച്ച് മുൻതൂക്കം കിട്ടുന്നൊക്കെ പിച്ച് റിപ്പോർട്ടിൽ പറയാനുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ബോളേഴ്സിനെ വെച്ച് നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗിവ് അവേ കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കോഡ് കാണിച്ചു തരാം. ഇന്നത്തെ ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ കോഡ് ഇതാണ്. ഇത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിൽ എൻ്റർ കോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക. 2 പ്രൈസാണ് ഇന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയതുകൊണ്ട് ഇന്നൊരു സെക്കൻഡ് പ്രൈസ് കൂടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരണ ആൾക്ക് 101 രൂപയും സെക്കൻഡ് വരണ ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക.
നല്ലൊരു എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കളീനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ കളീനെ കുറിച്ചോ അല്ലെങ്കിൽ ഗിവേവേനെ കുറിച്ചോ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സെൻറ്റൻസ്, വെറുതെ ലൈക്കും ലവ് ചിഹ്നവും അങ്ങനത്തെ ഇതൊന്നും കൊടുക്കാണ്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കമൻറ്റ് ചെയ്തിടുക. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വേണ്ടിയാണ്, നമുക്കും കൂടി എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് എല്ലാ ദിവസവും ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ടും ടീം ഇട്ട് തുടങ്ങി. ഞാൻ കുറച്ച് നാളായിട്ട് ഒട്ടും കളിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ മുമ്പുള്ളവർക്കറിയാം. പക്ഷേ ഇപ്പോൾ കുറച്ച് പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോക്ക് കുറച്ച് റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയും കൂടി സഹായം ഉണ്ടെങ്കിലാണ് ഇതിൽ എന്തെങ്കിലുമൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കളികളെക്കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടീമുകളാണെങ്കിലും ടെലഗ്രാമിലൊക്കെ ആണെങ്കിലും കൂടുതൽ ടീമുകൾ ഇട്ട് നോക്കാം. ഇതിൽ എനിക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് നമുക്ക് അത്യാവശ്യം വിന്നിങ് ഉണ്ട്. അത് നമുക്ക് ലക്കുള്ള ടൈമിലാണ്. ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളുടെ സപ്പോർട്ടും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണാൻ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടിയൊക്കെ അയച്ചു കൊടുക്കുക, അവരുടെ അടുത്തും കൂടി സബ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ കമൻറ്റ് ലൈക്ക് എന്താണെന്ന് വെച്ചാൽ തരാം. ടെലഗ്രാമിലാണെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനും ടീമുകൾ ഇടാൻ എന്തായാലും നിങ്ങൾ ഈ പറയണ പോലെ ഗ്രാൻഡ് ലീഗിലെ ഐഡിയ ഒക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇന്നത്തെ കളി അത്ര കോൺഫിഡൻസ് അല്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഗിവ് അവേ കോൺടെസ്റ്റിൽ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ടീം തന്നെ ഗിവ് അവേ കോൺടെസ്റ്റിലെങ്കിലും നിങ്ങളുടേതായ ടീം ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ടീം തന്നെ വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. എനിക്ക് അതിനോട് താല്പര്യമില്ല. അത് കാരണമാണ് ഞാൻ ടീം ലാസ്റ്റ് ടൈമിലേക്ക് വെക്കണത്. ഏകദേശം ഞാൻ ഡെമോ ടീമിൽ കാണിക്കുന്ന ആ ഒരു ടീം തന്നെയായിരിക്കും ഇടുന്നത്. ഇന്നലത്തെ കളി അങ്ങനെ ആയതുകൊണ്ടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോ ടീം തന്നെയായിരിക്കും മിക്കവാറും ഞാൻ ട്രൈ ചെയ്യണേന്ന്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് ഉള്ളപ്പോൾ ഇട്ടത്. ഇന്ന് കുറച്ചും കൂടി നേരത്തെ ഇടാനായിട്ട് നോക്കാം. ഇന്നത്തെ എനിക്ക് ഏകദേശം എന്തായാലും ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഡെമോ ടീം കാണിച്ചതിലും. പിന്നെ എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. ഇന്നത്തെ കളി കുറച്ച് റിസ്ക് ആയിട്ടാണ് തോന്നണത് എന്തായാലും. അപ്പോൾ നിങ്ങളെ രീതിക്കും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫുട്ബോളിലും നോക്കാം. ഫുട്ബോൾ ഇന്നത്തേലെ 2 മത്സരങ്ങളാണ് പറയണത്. ഒരെണ്ണം 8:30 നടക്കണ പ്രീമിയർ ലീഗിലെ ടോട്ടൻഹാമും ലുട്ടോണും തമ്മിലുള്ള മത്സരം. ഇതിൽ ടോട്ടൻഹാം ജയിക്കും എന്നാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യണത്. നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ടീം ഇതാണ്. അപ്പോൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഒരു 2-0, 2-1 അല്ലെങ്കിൽ 3-1 ആ ഒരു ടൈപ്പ് സ്കോറാണ്. ടോട്ടൻഹാമിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് മുൻകൈ ഉണ്ട്. പിന്നെ ടീം വെച്ച് നോക്കിയാൽ നല്ല ടീമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ആ കൂടുതൽ ഗോളിൻ്റെ ആ കോമ്പിനേഷൻ തന്നെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 3 ഡിഫൻഡർ, 4 ഗോളടിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കളികളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നോക്കിയിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ടീം നോക്കിയിരിക്കാണ്ട് നിങ്ങളുടേതായ രീതിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഉണ്ട്. മോർ ഗോൾ കോംബോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്നത്തേലെ രണ്ടാമത്തെ കളിയുള്ളത് ബയറൻ മ്യൂണിച്ചും ഡോർട്ട്മുണ്ടും തമ്മിലുള്ളതാണ്. ഈ കളി നടക്കുന്നത് ബയറൻ മ്യൂണിച്ചിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കാണ് മുൻതൂക്കമുള്ളത്. നല്ല ടീമും അവരുടെ തന്നെയാണ്. ഡോർട്ട്മുണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ടീമും ഗോളടിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ഗോൾ വരുന്ന ഒരു ടൈപ്പ് കോമ്പിനേഷൻ തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 2 ടീമും ഗോളടിക്കണ അത്യാവശ്യം 2 ടീമിലും ഗോളടിക്കാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു സ്മോൾ ലീഗ് ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഗ്രാൻഡ് ലീഗൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതുപോലെ ഡിഫൻഡർമാരിലാണെങ്കിൽ 2 ടീമിലും കൂടുതൽ പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സിനൊക്കെ പിക്ക് ചെയ്യുക. അങ്ങനെ ഒരു 3-2 അല്ലെങ്കിൽ 2-2 ആ ഒരു ടൈപ്പ് 3-2 4-2 അങ്ങനത്തെ ഒരു സ്കോറുണ്ട്. കൂടുതൽ ഗോൾ വരുന്ന ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കളിയിൽ നല്ലത്. അപ്പോൾ ഈ 2 കളി നമ്മൾ പറഞ്ഞത് കൂടുതൽ ഗോൾ വരുന്ന ഒരു ടൈപ്പ് കോമ്പിനേഷൻ ട്രൈ ചെയ്യുകയാണ്. ആദ്യത്തെ കളി ടോട്ടൻഹാം ജയിക്കണ് ഒരു 2-0 അല്ലെങ്കിൽ 3-1 ആ ഒരു ടൈപ്പ് സ്കോർ ട്രൈ ചെയ്യുക. അതിൽ ടോട്ടൻഹാമിൻ്റെ കൂടുതൽ ഡിഫൻഡർമാരെ എന്തായാലും ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. 7 പ്ലേയേഴ്സ് അവരുടെ നിന്നും മറ്റേ ടീമിൽ നിന്ന് 4 പ്ലേയേഴ്സും അതായിരിക്കും നല്ലത്. നല്ല കോമ്പിനേഷൻ തോന്നുന്നത്. ചിലപ്പോൾ ഇത് 1-0 ഒക്കെ വരാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ കളിയിലും 1-0 ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ 1-0ൻ്റെ കോമ്പിനേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ 0-0ൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്കോർ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഉദ്ദേശിച്ച ടൈപ്പ് സ്കോറൊക്കെ വരാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോമ്പിനേഷൻ നോക്കിയിട്ട് അതനുസരിച്ച് ടീം സെറ്റ് ചെയ്തത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ കളിയിലും നമ്മൾ 1-0 തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലക്കുള്ള ടൈമിൽ നല്ലൊരു പ്രൈസ് കിട്ടും.
സ്മോൾ ലീഗ് കളിക്കാനാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ രണ്ടാമത്തെ കളി ബയേൺ മ്യൂണിച്ചും ഡോർട്ട്മണ്ടും തമ്മിലുള്ളതാണ്. അപ്പോൾ അതിൽ ബയേൺ മ്യൂണിച്ചിനെ കുറച്ച് സപ്പോർട്ട് ചെയ്തൊരു 6 പ്ലേയേഴ്സ് അതിൽ നിന്നും മറ്റേ ടീമിൽ നിന്നൊരു 5 പ്ലേയേഴ്സായിട്ട് ടീം ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. രണ്ട് ടീമും ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ വളരെ നല്ല രീതിക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കുറേ പേരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നുണ്ട് ടെലഗ്രാമിൽ. വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ചെറിയ രീതിക്കാണെങ്കിലും പ്രോഫിറ്റൊക്കെ കിട്ടണതിൽ. വലിയ ഗ്രാൻഡ് ലീഗൊക്കെ ആർക്കെങ്കിലും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ടൊക്കെ ടീം ഇടാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്താണ്. എല്ലാവരും ഗിവ് അവേയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് അതും കൂടി ഉൾപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.